ഡാ അവന്മാരങ്ങനെ ഇനി വരുമോ? വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊട്ടൂട്ടാ. ഏയ് നീ വരില്ല ഭഗവാനെ, വരുമോ? ഹെൽപ്പർക്ക് 1400, പണിക്കാരന് 2000. ഈ ബഗ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയവര് മാത്രല്ല അവിടെ ഉള്ള എല്ലാവരും കൂടി വരുമെന്ന് എനിക്ക് പേടിപ്പോ. എടാ നമ്മൾ മലയാളികളുടെ വില മനസ്സിലാക്കാനായിട്ട് ഒരു ഇലക്ഷൻ വേണ്ടി വന്നു. അറിയട്ടെ നാട്ടുകാർ. ഈ ബംഗാളികളൊക്കെ വരുന്നതിന് മുന്നേ നാട്ടിൽ ആരെ പണി തരുന്നത്? നമ്മളൊക്കെ തന്നെ അല്ലേ? നമ്മൾ ഇനിയും പണിയും. ഇതെന്താ പ്രശ്നം അറിയോ? നമുക്കൊരു ഐക്യില്ല. ഐക്യില്ല എന്ന് മാത്രം നീ പറയരുത്. എത്ര കമ്പനികളാണ് നമ്മൾ പൂട്ടിച്ചിരിക്കുന്നത്. ആ ഐക്യല്ലടാ, നമുക്കൊരു സംഘടന ഉണ്ടാ. ഒരു 100 രൂപ കൂട്ടി ചോദിക്കണം. ആരോട് ചോദിക്കുക? മുതലാളിനോട് ചോദിക്കണോ? മേസ്തിരിനോട് ചോദിക്കണോ? ഇപ്പൊ അതറിയുന്നത്. നീ പേടിക്കൊന്നും വേണ്ട. അവന്മാര് സമരം ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടും ശമ്പളം. വാഴ നനയുമ്പോ ചീര നനയും. മുണ്ടെടുത്ത് പണിത മലയാളി, ട്രൗസർ ഇട്ട് പണിത ബംഗാളി. അത്ര വ്യത്യാസമുള്ളൂ. ജ്യോതിഷേ ആശാന്റെ ചെല്ലത് ആശ മാത്രല്ലല്ല, വേറൊരു പുരുഷൻ കൂടി വന്നിട്ടില്ല. നീ ആ പണി അവിടെ ബാക്കി വെച്ചിട്ട് എത്ര ദിവസമായി? അതൊന്നും വന്ന് ചെയ്തു കൊടുത്തൂടെ? ജോസേ, നീയും വെളുപ്പങ്കാലത്ത് ഇവിടെ വന്നു തിരികെ മുതലാളി വന്നിരുന്നു. നീ പാടാ, അതൊന്നും വന്ന് ചെയ്യേ. ഇന്നാ ഇന്നൊരു മഴക്കാര് ഇതൊക്കെ ഉണ്ട്. ഇന്നപ്പോ അവിടെ പണിത് കഴിഞ്ഞാൽ അത് മഴ പെയ്തത് പണി നടക്കില്ല. പൊടിന് എടുക്കണം, പിന്നെ അത് വിരിക്കാൻ നിൽക്കണം, അതിന്റെ വാടക കൊടുക്കണം. പണി നീങ്ങില്ല. ഇന്ന് പണിക്കാരെല്ലാവരും വന്നിട്ട് പണി നീങ്ങില്ലെങ്കിൽ അത് മുതലാളിക്ക് നഷ്ടം, ആശാനും നഷ്ടം, എല്ലാവർക്കും നഷ്ടവും. അത് വേണ്ട, നാളെ സെറ്റാക്കാം. 10-15 ദിവസമായില്ലേ നീ ആ പണി എടുത്തിട്ട്? ഇന്നൊരു വലിയ നീ പിന്നെ ഈ നേരെ ഇല്ലേ, നാളെ സെറ്റാക്കാം. നാളെ ഞാൻ ഉറപ്പായിട്ട് വരാം. അപ്പൊ നാളെ ഉറപ്പല്ലേ? ഉറപ്പ്. മറക്കരുത്. അവരിനി നാളെ വരുമോ? അവര് വരും, വരാതിരിക്കില്ല. ഞാൻ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് എത്ര രൂപ കൊടുത്തു? 500 കൊടുത്തിട്ടുണ്ട്. ആ, ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനും കൂടി മേടിച്ചടിച്ചു കഴിഞ്ഞിട്ട് മറ്റന്നാ അവർ വന്നെങ്കിൽ വന്നു. ബംഗാളി ആണെങ്കിലേ പണിക്ക് വരുമെന്ന് പറഞ്ഞാൽ വരുന്നെങ്കിലും വിശ്വസിക്കാം.